ഇന്നത്തെ അതിഥി കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമാണ്. സോഷ്യൽ മീഡിയയിൽ ഈ നടി നിറഞ്ഞു നിൽക്കുകയാണ്. ആരാണെന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒരു ക്ലൂ കൂടെ തരാം. പാടാത്ത പൈങ്കിളി എന്ന സീരിയലിലെ ആ സുന്ദരി കുട്ടി. സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു അനുമോൾ. നമസ്കാരം അനുമോൾ. എന്തുകൊണ്ട് മുഴുവൻ പേര് അനുമോൾ എന്നാണ്? ശരിക്കുള്ള പേരെന്താണ്? അറിഞ്ഞൂടല്ലേ? അനുമോൾ അല്ല, ഞാൻ വിചാരിച്ച അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ചില സമയത്തൊന്നും എനിക്ക് അറിയില്ല എന്റെ പേര്. അത് മാത്രം പേരറിയാം. ഏറ്റവും കൂടുതൽ ആൾക്കാര് നിങ്ങളെ വിളിക്കുന്ന ഒരു കാര്യം എന്താണ്? എന്നെ വിളിക്കുന്നതോ? എന്നെ അനു എന്ന് വിളിക്കും, അനുക്കുട്ടി എന്ന് വിളിക്കും. അല്ലെ, വിളിക്കുന്ന എന്താണെന്ന് പേര്. അപ്പൊ നമ്മൾ വിചാരിച്ചൊന്നും അല്ല, ആളൊരു കില്ലാടിയാണ് അല്ലേ? ചെറുതായിട്ടെന്ന് വെച്ചാ ഞാൻ ചെറുതായിട്ട് ശരി. അല്ല, ചെറുതായിട്ടെന്ന് വെച്ചാൽ എന്താണ്? ജഗജില്ലി ചെറുതെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ ജഗജില്ലി പാവാണ്. എനിക്കറിയത്തില്ല, ഞാൻ സ്വയം പറയുന്ന പറഞ്ഞാല് ചെറിയൊരു ജഗജില്ലിയ. ചെറിയൊരു ജഗജില്ലിയാണ് അനുമോള്. അപ്പൊ നമുക്ക് ഈ ജഗജില്ലിയെ വെച്ച് അങ്ങ് തുടങ്ങിയാലെന്ത്, സമയം കളയരുത്. കാരണം ജഗജില്ലിയുടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നത്. അനു, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പം പാടാത്ത പൈങ്കിളി അല്ലേ സീരിയൽ, പിന്നെ വേറെ ഏതൊക്കെയാണ്? പിന്നെ സ്റ്റാർ മാജിക്. സ്റ്റാർ മാജിക്, പിന്നെ ഒരു വെബ് സീരീസ് പോലത്തെ ഒരു അബി വേർഡ്സ് മഹി. ഇതിലൊക്കെ താരമായിട്ട് തിളങ്ങി നിൽക്കുകയാണ് അല്ലേ? എവിടെ താമസിക്കുന്നത്? ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഇവിടെ തന്നെയാണ്. പക്ഷെ ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോണം. എവിടാണ്? ആര്യനാട്. ഓ അവിടെ ഒരു ഗ്രാമപ്രദേശമാണ്. ഗ്രാമപ്രദേശം, അതെ അതെ. എന്താണ് ഈ ആര്യനാടിന്റെ ഒരു പ്രത്യേകത? ആര്യനാടിന്റെ പ്രത്യേകത എന്താ? ഞാൻ തന്നെയാണ് അവിടുത്തെ പ്രത്യേകത. അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അവിടുന്ന് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു, എന്തോന്ന് ആര്യനാടുന്ന ഒരു കുട്ടി വരുന്നുണ്ട്. പറഞ്ഞില്ലല്ലോ. അല്ല, അവിടുത്തെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. ഈ അല്ല, അമൃത ടിവിയിൽ വിളിച്ചു പറഞ്ഞു, ആര്യനാടുന്ന ഒരു കുട്ടി വരുന്നുണ്ട്, വളരെ പാവമാണ്, കാരണം ഇതുപോലെ ഇന്ന ഇതിലൊക്കെ ഉണ്ട്, പക്ഷെ സൂക്ഷിക്കണം. അതെന്താ അങ്ങനെ? എനിക്കറിഞ്ഞൂടാ, അങ്ങനെ പറയാൻ വഴിയില്ല എന്ന് ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്റെ പ്രൊഡ്യൂസർ ചഞ്ചിത്തും പറഞ്ഞു, ചേട്ടാ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി പ്രശ്നമുണ്ട്. എനിക്കോ? പ്രൊഡ്യൂസർ പറഞ്ഞു. ശരി, ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. പുള്ളി ഇറങ്ങിയിട്ടൊന്നും ചെയ്യരുത് കേട്ടോ. പുള്ളിക്ക് ഒരു കൊച്ചും കുടുംബവും ഒക്കെ ഉള്ളതാ. എന്നെ ആര്യനാടെന്ന് കേട്ടോണ്ടാണ്, കാരണം അവിടെ എല്ലാം വില്ലത്തികളാണെന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല, വില്ലന്മാരൊക്കെ ഉണ്ട്. വില്ലന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. വില്ലത്തികൾ അങ്ങനെ ഇല്ല. ആകെ ഉള്ള ഒരാളെ ഉള്ളൂ, അത് ഞാനാ. എല്ലാം സ്വയം ഏറ്റെടുക്കുമല്ലേ? അതെ, എനിക്ക് അതാണ് ഇഷ്ടം. പറയാൻ നേടാൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ചുമ്മാ അല്ല, ഞാൻ കള്ളം പറയാറില്ല. ഞാന് സത്യം പറഞ്ഞ് ഇവിടെ വിളിക്കുന്നതിന് മുന്നേ, കുറച്ചു നാൾ മുന്നേ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ല. അതെന്താണ്? ഞാന് പേടിച്ചിട്ട്. ആരെ പേടിച്ചിട്ടാണ് ഇവിടെ വരുന്നത്? എന്നെയാണോ, അതോ ഈ പ്രോഗ്രാമിനെയാണോ, അതോ ഇതിന്റെ പ്രൊഡ്യൂസറെയാണോ, അതോ? എനിക്കറിയാം ആരെ. ആളിനെ അല്ലേ? ഷിനുവിനെ. എന്തിന്? അല്ല, എനിക്ക് MG ശ്രീമാ സാറിനെ പേടിച്ചിട്ടാ ഞാൻ വരാത്തെ. എന്നെ പേടിച്ചിട്ടാ? ഞാൻ അതിനെ പേടിപ്പിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു? എനിക്ക് ഇവിടെ വന്നാ പാട്ട് പഠിപ്പിക്കുന്നറിയാം. പാട്ട് പഠിപ്പിക്കാനോ? പാടിപ്പിക്കുമെന്നറിയാം. പാട്ട് പാടിപ്പിക്കുന്നു. അത് പിന്നെ ഇവിടെ വന്ന അതിന്റെ ഒരു, ഞാൻ ചിത്രം എന്നൊരു സിനിമ കണ്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ. അതിനകത്ത് ലാലേട്ടന്റെ, പിന്നെ മമ്മൂക്ക അല്ലല്ലോ ചിത്രത്തില്. അതെ. അപ്പം അതിനകത്ത് മോഹൻലാൽ പറയുന്ന ഒരു കാര്യം കണ്ടായിരുന്നു. ഇല്ല, നല്ല രസമുള്ള ആചാരങ്ങൾ. കണ്ടിട്ടുണ്ടോ? അത് കയ്യിൽ മറ്റേ കർപ്പൂരം വയ്ക്കുമ്പം കണ്ടായിരുന്നോ? അതുപോലെ ഇവിടെ ഒരു ചടങ്ങുണ്ട്. എന്താ? ആ കർപ്പൂരം ഇനി ഉണ്ടെന്നേ. കർപ്പൂരോ? ആ കയ്യിൽ വെച്ചിട്ട് ഒഴിഞ്ഞിട്ടാണ്. കാരണം ഈ പ്രോഗ്രാമിന്റെ സക്സസിന് എല്ലാവരും വരുമ്പോ കയ്യില് കർപ്പൂരം വെച്ച് ഒഴിയും. ഞാൻ കണ്ടില്ലല്ലോ എപ്പിസോഡിലൊന്നും ഇല്ലായിരുന്നല്ലോ. ഉണ്ട്, ഞാൻ കുറെ എപ്പിസോഡ് നോക്കിയായിരുന്നു. തുടക്കത്തിലാണ്. അങ്ങനെ ഉണ്ടോ? ടെലികാസ്റ്റിലില്ല, തുടക്കത്തില് നമ്മൾ സാധാരണ പൂജയൊക്കെ ചെയ്യത്തില്ലേ? തേങ്ങക്കകത്തല്ലേ വെക്കുന്നത്? അത് തേങ്ങക്കകത്താണ്, ഇത് ഇവിടെ പകരം കൈക്കകത്താണ്. ചുമ്മാ ആണ്. അയ്യോ, ഇതാരും പറഞ്ഞില്ലായിരുന്നോ? കർപ്പൂരം ഞാൻ ശകലം കർപ്പൂരം എല്ലാവർക്കും. ഫസ്റ്റ് ആരാ ചെയ്യുന്നത്? ഫസ്റ്റ് എനിക്ക് ഇവിടെ ആരൊക്കെയോ ചെയ്തു. കാരണം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ചെയ്യാറുണ്ടോ? അല്ല, എനിക്ക് ചെയ്തുകൂടാ. ഒന്ന് കാണിച്ചു. ഞാൻ കാണിച്ചു തരാം. കൈ നീട്ടിയാൽ സാറിന്റെ കൈ കാണിച്ചിട്ട് ഞാൻ ചെയ്യാം. അല്ല, അത് വേണ്ട. കർപ്പൂരം കത്തിക്കാൻ എന്തിനാ ഞാൻ കാണിക്കുന്നേ? അതുപോലെ പറഞ്ഞൂടെ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കർപ്പൂരം ഒന്നും ഉണ്ടെന്നേ. ചുമ്മാ മാറ്റിക്കുവാ. അല്ല, കർപ്പൂരം തീപ്പെട്ടി ഒന്ന് തരുമോ പ്ലീസ്?
അയ്യോ വേണ്ട, എനിക്ക് നാളെ ഷൂട്ടുള്ളതാ. അതിന് ഇവിടുത്തെ കർപ്പൂരം പൊള്ളത്തില്ല. എന്താ? അതാണ് പ്രത്യേക കർപ്പൂരമാണ്. അത് ചെറിയൊരു ചൂട് വരത്തേ ഉള്ളൂ, ഇങ്ങനെ ആവി പോലെ. അതാ, അപ്പൊ ഒന്ന് സാറിന് കാണിച്ചു തരും എനിക്കത്. എന്തിനാ അതൊക്കെ കാണിക്കുന്നേ? ഇപ്പൊ ഒരു കടയിൽ ചെന്ന് സാമ്പാർ കഴിക്കുമ്പോഴത്തേക്ക് സാമ്പാർ ഉണ്ടാക്കുന്ന കാണിച്ചു തരാൻ പറയൂ? ഇല്ലല്ലോ, അത് കഴിക്കത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇതങ്ങ് ചെയ്താൽ മതി. കർപ്പൂരം കൊണ്ടുവരുന്നു ചേട്ടൻ. അമ്മീ ചേട്ടാ, ഞാൻ പോകുന്നു. അല്ല, ഇത് കത്തത്തില്ല. ഇത് കണ്ടില്ലേ, ഇത് ഓം ശാന്തി എന്നാണ് ഇതിന്റെ പേര്. കത്തില്ല, കത്തത്തില്ല. ചെറിയൊരു കർപ്പൂരം. അല്ല എനിക്ക് വേണ്ട, ഞാൻ പോകുന്നു. അല്ല, ഈ ഷോ സക്സസ് ആവാൻ വേണ്ടിട്ട് അങ്ങനത്തെ ആചാരം ആയിക്കോളൂ. അത് വിചിത്രമായ ആചാരമല്ല. ഇത് ഇവിടുത്തെ അമൃത ടിവിയാണ്, അമ്മയുടെ ടിവിയാണ്. ഓം എന്തുവാ? അല്ല, എന്തായാലും കൈ നീട്ടിക്കൊള്ളൂ, കുഴപ്പമില്ല. ഞാനല്ലേ പറയുന്നത്, ഒരു ശകലം പൊള്ളി കഴിഞ്ഞാല് ഞങ്ങോട്ട് എടുത്തിട്ട് തരും. ഓക്കെ. അങ്ങനല്ല, കയ്യില് കൈ നീട്ടു. അല്ല, അയ്യോ, കർപ്പൂരം തന്നെ. അല്ല, കർപ്പൂരത്തിന് മണമേ ഉള്ളൂ. വേണ്ട, കത്തിക്കണ്ട. ഇല്ലല്ല, ഞാൻ കത്തിക്കത്തില്ല. തന്നുള്ളൂ, ഇങ്ങോട്ട് വെച്ചോ. വേണ്ട, പൊള്ളും. വേണ്ട. അയ്യോ, ചോറ് കിട്ടിയുള്ളതാ. പൊള്ളത്തില്ലേ? വെച്ചോ. പൊള്ളത്തില്ല. ആ കയ്യിൽ വെച്ചു. ഇങ്ങോട്ട് നടുക്കോട്ട്. അമ്മ, എനിക്ക് പേടി. വേണ്ട, കാണിച്ചോ, കുഴപ്പമൊന്നുമില്ല. അല്ല, എനിക്ക് പേടി. ഐശ്വര്യമായിട്ട്. അയ്യോ, ഞാൻ നഗമോ ഒന്ന് വായിച്ചേ. കാണിച്ചോ. അയ്യേ, വേണ്ട. പോയി. പക്ഷെ ഞാൻ ഇവിടെ വന്ന ഒരാൾ വിളിച്ച് ചോദിച്ചപ്പോ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ അടുത്ത്. ഞാൻ നേരത്തെ മുന്നേ എപ്പിസോഡിൽ വന്ന നമ്മുടെ രാജേഷിനോട് ചോദിച്ചു. ഇന്ന് എന്ത് സംഭവിക്കാന്ന് അറിഞ്ഞൂടാ കേട്ടോ. എന്താ? കാരണം കർപ്പൂരം കത്തിച്ചപ്പോ കൈ മാറ്റി കളഞ്ഞില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ അങ്ങോട്ട് ഇടാൻ പോയപ്പോ കൈ മാറ്റി കളഞ്ഞു. കൈ കർപ്പൂരം തറയിൽ പോയി. അത് വ്രതമൊക്കെ എടുത്തിട്ട് നമ്മൾ കയ്യിൽ കർപ്പൂരം കത്തിച്ചു. ഇതായിരുന്നു അതിന്റെ ഐശ്വര്യം തുടങ്ങാൻ.